ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഡിഫെൻസ് ഓഫ് പോയട്രിയാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്നത് കേംബ്രിഡ്ജിലാണ് പഠിച്ചത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് ഹീറോയിക് സ്റ്റാൻസാസ്, അതുപോലെ തന്നെ ആസ്ട്രിയ റിഡക്സ്, അത് 1660 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ചാൾസ് ടൂവിൻ്റെ റിട്ടേണിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കാണ് ആസ്ട്രിയ റിഡക്സ്. പിന്നെ ഹീറോയിക് സ്റ്റാൻസാസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്ടറേറ്റിൻ്റെ ഒലിവർ ക്രോംവെല്ലിൻ്റെ ഡെത്തിനെ പറഞ്ഞുകൊണ്ടുള്ളത് പോവാമാണ് ഹീറോയിക് സ്റ്റാൻസാസ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്ലേ എന്ന് പറയുന്നത് ദ ഇന്ത്യൻ എംപറർ ഉണ്ട്. പിന്നെ പോയിറ്റ് ലോറേറ്റായിട്ട് അദ്ദേഹത്തിനെ 1668 അപ്പോയിൻറ്റ് ചെയ്തു. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ സറ്റാരിക്കൽ അല്ലെങ്കിൽ ഡൈഡാറ്റിക് പോയംസ് എന്ന് പറയുന്നത് 1660 തൊട്ടാണ് ഇദ്ദേഹം എഴുതി തുടങ്ങിയത്. അബ്സലം ആൻഡ് അക്കിറ്റോഫിൽ അതൊരു സറ്റാരിക്കൽ പോയമാണ്. ദ മെഡൽ, പിന്നെ മാക്ഫ്ലക്നോ, പിന്നെ അതുപോലെ തന്നെ റിലീജിയോ ലേസി, ദ ഹിൻഡ് ആൻഡ് ദ പാന്തർ എന്നുള്ളതും ഒരു വർക്കാണ്. ദെൻ ഡ്രൈഡൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ടൈമിൽ ഒരു ലിറ്റററി ജീനിയസ് തന്നെയായിരുന്നു. 18th സെഞ്ച്വറിയിൽ, അതായത് ഇദ്ദേഹത്തിനെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു മോഡേൺ അപ്രോച്ച് ക്രിറ്റിസിസത്തിൽ കൊണ്ടുവന്ന ആളാണ് ജോൺ ഡ്രൈഡൻ. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു സിംഗിൾ ട്രീറ്റൈസ് ഓൺ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ആൻ എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസി എന്നാണ്. ഓക്കെ, ആൻഡ് നോക്കിക്കോ, ഡ്രൈഡൻ്റെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഡിഫെൻസ് ഓഫ് പോയട്രിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ജോൺ ഡ്രൈഡൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു പോയിറ്റാണ്, അദ്ദേഹം ഒരു ക്രിട്ടിക്കാണ്, ആൻഡ് എന്താ പറയുക, സ്റ്റുഡൻറ്റ് ഓഫ് ലിറ്ററേച്ചർ, ആൻഡ് ഹാസ് എ പെനട്രേറ്റിംഗ് ഇൻസൈറ്റ് ഇൻ ടു ദി പ്രോബ്ലം ഓഫ് ദി ക്യാരക്ടർ ഓഫ് പോയട്രി, അതുപോലെ തന്നെ ഫങ്ഷൻ ആൻഡ് മീനിങ് ഓഫ് ആർട്ട്, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ല ധാരണയുള്ളൊരു മനുഷ്യനാണ്. പിന്നെ പോയട്രി എന്ന് പറയുന്നതിന് 3-fold കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഡ്രൈഡൻ പറയുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദ പോയറ്റ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കിൻ്റെ അപ്രീസിയേഷൻ. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ പോയട്രി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? സൊസൈറ്റിക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ ഫ്രീഡം ഓഫ് കമ്പോസിഷൻ, അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ജഡ്ജ്മെൻറ്റ്, ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് നിന്ന മനുഷ്യനാണ് ഇദ്ദേഹം. ആൻഡ് ഓൾസോ പിന്നെ ഫ്രഞ്ച് പ്ലേ റൈറ്റ്സിനെയും ഫ്രഞ്ച് ക്രിട്ടിക്സിനെയും ഒന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ആൻഡ് ട്രാജിക് കോമഡി എന്ന് പറയുന്ന സംഭവത്തിന് എതിരെയായിരുന്നു ഇദ്ദേഹം. പിന്നെന്താ പറയുക, ഈ 3 യൂണിറ്റീസ് ഉണ്ടല്ലോ, യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ, അതിനൊക്കെ അത് ഈ ഡ്രമാറ്റിസ്റ്റിൻ്റെ സ്കോപ്പിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളൊരു ക്രിട്ടിക്കാണ്. പ്ലോട്ട് എന്ന് പറയുന്നത് അത്രയ്ക്ക് ട്രാജഡിയുടെ സോളാണ് പ്ലോട്ട് എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അപ്പം പ്ലോട്ട് എന്ന് പറയുന്നതിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ തീം എന്ന് പറയുന്ന ഒരു സിംഗിൾ തീം ആകണം എന്നില്ല. പിന്നെ യൂണിറ്റീസിൻ്റെ കാര്യം, പിറ്റി ഫിയർ എന്ന് പറയുന്നത് ട്രാജഡിയുടെ മെയിൻ ഇമോഷൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ പിറ്റി ആൻഡ് ഫിയർ ഓഡിയൻസിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിനൊക്കെ എതിരായിരുന്നു അദ്ദേഹം. പിന്നെ സോഫോക്ലസ്, യൂറിപ്പിഡസ്, അതുപോലെ തന്നെ വിർജിൽ എന്നുള്ള ഇവരുടെയൊക്കെ വർക്ക്സ് ഒക്കെ വായിച്ച് ഡൈജസ്റ്റ് ചെയ്തിരുന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം. പിന്നെ ഷേക്സ്പിയർ, ബെൻ ജോൺസൺ, ജോൺ ഫ്ലെച്ചർ, ഇവരെയൊക്കെ ഇദ്ദേഹത്തിന് വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെന്താ പറയുക, ഡ്രൈഡന് ഡിലൈറ്റാണ് എൻഡ് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻസും പോയട്രി കൊടുക്കാം. ഓക്കെ, പിന്നെ പോയട്രിയിൽ ഇൻസ്ട്രക്ഷൻസ് വരുമ്പോഴാണ് അത് കുറച്ചും കൂടി ഡിലൈറ്റ്ഫുൾ ആകുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഈ മെറ്റാഫിസിക്കൽ ഡോക്ട്രിൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ആൻഡ് ഇമാജിനേഷനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേറെ വലിയ തിയറീസ് ഒന്നും ഇൻ്റർപ്രറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡ്രൈഡൻ്റെ ഡിഫെൻസ് ഓഫ് പോയട്രിക്കകത്ത് വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രൈഡൻ ഒരു ഗ്രേറ്റ് പോയറ്റ് ആൻഡ് ക്രിട്ടിക് ആണെന്നുള്ളത് എഴുതുക. ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് എഴുതുക. ആൻഡ് പോയട്രിയുടെ 3-fold കപ്പാസിറ്റി എന്താണെന്ന് എഴുതുക. ദെൻ ഡ്രൈഡൻ അപ്ഹോൾഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അരിസ്റ്റോട്ടിലിൻ്റെ ഡെഫിനിഷൻ ഓഫ് പോയട്രി, അതായത് പോയട്രി എന്ന് പറയുന്ന പ്രോസസ് ഓഫ് ഇമിറ്റേഷൻ ആണെന്നാണ് ഡ്രൈഡൻ്റെയും അഭിപ്രായം. എന്താണ്, അതായത് പാസ്റ്റ്, പ്രസൻറ്റ് അല്ലെങ്കിൽ ഫാക്റ്റുകൾ, ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് പോയട്രി എന്നാണ് ഇദ്ദേഹവും ഒപ്പൈൻ ചെയ്യുന്നത്. പിന്നെ ഫങ്ഷൻ ഓഫ് പോയട്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, മറ്റേ ഡിലൈറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ, ഇതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ സമയത്തുള്ള പോയറ്റ്സ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക,
അവരുടെ വിഷമം, അതായത് നമ്മൾ ചില പോയംസ് ഒക്കെ വായിച്ച് നോക്കുമ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് പലതിനെക്കുറിച്ച്, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതേതൊരു ടൈമിലുള്ള പോയിറ്റ്സ് എന്ന് പറയുമ്പം അവരുടെ സോളിൽ പ്രശ്നങ്ങളെക്കുറിച്ച് അൺബേർഡൻ ചെയ്യാനോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. സോ ആർട്ട് ഫോർ എന്താ പറയുക, വാട്ട് എവർ വാസ് റിട്ടൺ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഓൺലി ഇൻറ്റൻഡഡ് ഫോർ ദ റീഡർ അല്ലെങ്കിൽ ഓഡിയൻസ്. അതായിരുന്നു ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സമയത്ത്. ആൻഡ് പ്ലേറ്റോയ്ക്ക് പോയട്രി എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ട് ചെയ്യണം, അരിസ്റ്റോട്ടലിന് ഡിലൈറ്റ് ചെയ്യണം അല്ലേ. ലോഞ്ചൈനസിന് പോയട്രി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് സബ്ലിമിറ്റിയാണ് അല്ലേ. അപ്പോൾ ഡ്രൈഡന് ഈ കാര്യങ്ങളെല്ലാം ഫെമിലിയർ ആയിരുന്നു. ആൻഡ് അദ്ദേഹത്തിനും എന്താണ് ഇതേ ഒപ്പീനിയൻസ് തന്നെയാണ് ഉള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഫൈനൽ എൻഡ് ഓഫ് പോയട്രി എന്ന് പറയുന്ന ഡിലൈറ്റും ട്രാൻസ്പോർട്ടുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിലും ഡിലൈറ്റിലാണിരിക്കണം ആ ഇൻസ്ട്രക്ഷൻസ് എൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിലൈറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് പോയട്രിയിൽ. പിന്നെ പോയറ്റ് എന്ന് പറയുന്നത് എന്താണ്, ടീച്ചറോ അല്ലെങ്കിൽ ഒരു ഇമിറ്റേറ്ററോ ഒന്നും അല്ല, ഒരു ഫോട്ടോഗ്രാഫറോ ഒന്നുമല്ല, പക്ഷെ ഒരു ക്രിയേറ്റർ ആയിരിക്കണം. അതായത് ലൈഫിലും നേച്ചറിലും കാണുന്ന റോ മെറ്റീരിയൽസ് എല്ലാം എടുത്തിട്ട് ഒരു ന്യൂ തിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ ക്രിയേറ്റർ ആയിരിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് ദെൻ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിഫെൻസ് ഓഫ് പോയസിക്കകത്ത് വരുന്നതെന്ന് പറയുന്നത്, ഡിഫെൻസ് ഓഫ് പോയട്രിക്കകത്ത് വരുന്നത്. ആൻഡ് ഡ്രൈഡൻ്റെ വ്യൂ, ട്രാജിക് കോമഡിയെക്കുറിച്ച് ഡ്രൈഡൻ്റെ വ്യൂ എന്ന് പറയുന്നത് എന്താണ്, അത് ഫോർബിഡൻ ആക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സീരിയസ് പ്ലോട്ടിൽ എങ്ങനെയാണ് കോമഡി കൊണ്ടുവരുന്നതെന്നാണ് ഡ്രൈഡൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് ടൈം ആൻഡ് പ്ലേസിനെ റിഡിക്യൂൾ ചെയ്യുന്നതാണ് നമ്മുടെ ഡ്രൈഡൻ. ഓക്കെ, ചീഫ് എൻഡ് ഓഫ് പോയട്രി എന്ന് പറയുന്ന ഡിലൈറ്റ് ആണ്. ഇൻസ്ട്രക്ഷൻ ചെയ്യാം, പക്ഷേ അതിന് സെക്കൻഡ് പ്ലേസ് കൊടുത്താൽ മതി. ഡ്രൈഡൻ്റെ എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസിക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഡ്രാമയെക്കുറിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡ്രാമയുടെ ഓണറിനെ ജസ്റ്റിഫൈ ചെയ്യുവാണ് ഇദ്ദേഹം. ഓക്കെ, അതുപോലെ തന്നെ ഏൻഷ്യൻ്റ് ഡ്രാമാറ്റിക് പ്രാക്ടീസസിനെതിരെയും ഫ്രഞ്ച് ഡ്രാമയ്ക്കെതിരെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഒരു 4 ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു എസ്സേ ഓൺ ഡ്രാമാറ്റിക് പോയസി ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. 4 ക്യാരക്ടേഴ്സ് തെംസ് എന്നുള്ള റിവറിൽ ഒരു ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ 4 പേരും കൂടി ഇംഗ്ലീഷ് ഡ്രാമയ്ക്ക് വേണ്ടിയും ഫ്രഞ്ച് ഡ്രാമയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഏൻഷ്യൻ ഡ്രാമയ്ക്ക് വേണ്ടിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസിയിൽ ബെൻ ജോൺസന്റെ പ്ലേ ആയിട്ടുള്ള ദ സൈലന്റ് വുമൺ എന്നുള്ള വർക്കിനെ കുറിച്ചും ആ ക്യാരക്ടേഴ്സ് എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്ലേ എങ്ങനെയാണെന്നാണ് ഡ്രൈഡൻ ഡിഫൈൻ ചെയ്യുന്നത് ആ വർക്കിനകത്ത്. പ്ലേ എന്ന് വെച്ചാൽ ഒരു ലൈവ്ലി ഇമേജ് ഓഫ് ഹ്യൂമൻ നേച്ചർ ആയിരിക്കണം, ഹ്യൂമൻ ബീങ്സിന്റെ പാഷൻസും ഹ്യൂമേഴ്സും ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെന്താ പറയുക, ആ ഒരു പ്രൊട്ടാഗണിസ്റ്റിന്റെ ഫോർച്യൂൺ ചേഞ്ച് ഉണ്ടായിരിക്കണം, ഡിലൈറ്റും ഇൻസ്ട്രക്ഷനും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അപ്പോൾ എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസി എന്ന് പറയുന്ന ഒരു എസ്സേ ആണ്. ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് ഡയലോഗ് ബിറ്റ്വീൻ 4 ക്യാരക്ടേഴ്സ്. അവർ 4 ക്യാരക്ടേഴ്സും കൂടി തെംസ് എന്നുള്ള റിവറിൽ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഡ്രാമയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്താണെന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈഡന്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഹീറോയിക് ഡ്രാമയെക്കുറിച്ചാണ്. റൈംഡ് ഹീറോയിക് ഡ്രാമയെക്കുറിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഡ്രൈഡൻ സംസാരിക്കുന്നത്. ഡ്രൈഡനും അതിനകത്തൊരു ക്യാരക്ടറാണ് കേട്ടോ. അപ്പം ഡ്രൈഡൻ്റെ ഇതെന്ന് പറയുന്നത് എന്താണ്, റൈംഡ് ഹീറോയിക് ഡ്രാമയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സുപ്രീം അച്ചീവ്മെൻ്റ് ആണ് നമ്മുടെ ഡ്രാമാറ്റിക് ട്രഡീഷനിൽ തന്നെ. ആ റൈംഡ് ഹീറോയിക് ഡ്രാമ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും റെസ്റ്റോറേഷൻ്റെ ടേസ്റ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്, റെസ്റ്റോറേഷൻ ഏജിൻ്റെ. അറ്റ് ഫസ്റ്റ് അവരുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് റഫ് ഡെഫിനിഷൻ ഓഫ് ഒരു പ്ലേ എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷനായിരുന്നു. അപ്പോൾ ഈ 4 ക്യാരക്ടേഴ്സിൽ ക്രൈറ്റസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യുന്നത് ഏൻഷ്യൻ ഡ്രാമാറ്റിക് പ്രാക്ടീസിനെ, യൂജീനസ് എന്ന് പറയുന്ന ക്യാരക്ടർ മോഡേൺ ഡ്രാമാസിനെ, അതുപോലെ തന്നെ ലിസിഡിയസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഡ്രാമയും നിയാൻഡർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഡ്രാമയും ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. നിയാൻഡർ ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്തൻ ഇംഗ്ലണ്ടിലെ ഡ്രാമാറ്റിസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് പ്ലേസിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടെന്ന്. സോ അവർ ലൈഫിനെ നല്ല രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്ത് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് പ്ലേസ് പ്രൊഡ്യൂസ് ചെയ്തതെന്നാണ് നിയാൻഡർ പറയുന്നത്. ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യനാണല്ലോ ഇദ്ദേഹം. അത് ആ സമയത്താണ് ഇദ്ദേഹം പറയുന്നത് ദ സൈലന്റ് വുമൺ എന്നുള്ള ബെൻ ജോൺസന്റെ പ്ലേ ഇദ്ദേഹം എക്സാമ്പിളായിട്ട് എടുക്കുവാണ്. അപ്പോൾ ആ ഒരു സിംഗിൾ വർക്കിനെ കുറിച്ചൊരു ക്രിട്ടിക്കൽ അനാലിസിസ് പോലെ ഇദ്ദേഹം നടത്തുകയാണ്, ഈ ഒരു ക്യാരക്ടർ പറയുവാണ്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല ഈ ഒരു പ്ലേക്ക് എന്ന് പറയുന്നത് 3 യൂണിറ്റീസ് ഉണ്ട്, വെറൈറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുവാണ്. ദെൻ ഇനി ഡ്രൈഡൻ്റെ വ്യൂ ഓൺ പോയട്രി നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഡ്രൈഡൻ്റെ മറ്റേ ഡിലൈറ്റ്, ഇൻസ്ട്രക്ഷൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഡിഫെൻസ് ഓഫ് പോയട്രിയെ കുറിച്ച് സംസാരിക്കുമ്പം എന്തൊക്കെ പോയിന്റ്സ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയട്രി ഒരു മോറൽ ആൻഡ് ഡൈഡാക്റ്റിക് ഫോഴ്സ് ആണെന്ന് പറയുക. പോയട്രി എന്ന് പറയുന്നത് എന്താണ്, മിയർ സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല മോറൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഇൻസ്ട്രക്ഷന് പറ്റിയ ഒരു പവർഫുൾ മീഡിയം ആണെന്ന് പറയുക. പോയട്രി യൂണിവേഴ്സൽ ട്രൂത്ത്സ് കൺവേ ചെയ്യുന്നു ആൻഡ് ഓഡിയൻസിൻ്റെ സെൻസിബിലിറ്റീസിനെയൊക്കെ റിഫൈൻ ചെയ്യുന്ന ഒരു എലിമെൻ്റ് ആണെന്ന് പറയുക. പിന്നെ എന്താ പറയുക,
ദെൻ പ്യൂരിറ്റൻ ക്രിറ്റിസിസത്തിനെതിരെയൊക്കെ ഇദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡ്യൂറിങ് ദ പ്യൂരിറ്റൻ ഇറ പോയട്രിയും തിയേറ്ററും ആയിരുന്നു കണ്ടം ചെയ്തിരുന്നത്. അതായത് ഈ ഇമ്മൊറാലിറ്റി അല്ലെങ്കിൽ ലൈസൻഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ് പോയട്രി ആൻഡ് തിയേറ്റർ എന്നായിരുന്നു പ്യൂരിറ്റൻ ഇറയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഡ്രൈഡൻ എന്താണ് ഈ ഒരു അക്യൂസേഷനെ എല്ലാം കൗണ്ടർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോയട്രി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡിനെയും പിന്നെ നമ്മുടെ ലൈഫിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ എലിവേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പോയട്രിയുടെ ഇമാജിനേറ്റീവ് ആൻഡ് ഇമോഷണൽ പവർ എന്ന് പറയുന്നത് മോറൽ ലെസൺസ് മേക്ക് ചെയ്യാൻ പറ്റുമെന്നും ഇത് കുറച്ചും കൂടി ഇമ്പാക്ട്ഫുൾ ആണെന്നും അതിനൊരു ഡൈഡാക്റ്റിക് ഒരു എലിമെൻറ്റും കൂടി കൊടുക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പോയറ്റിൻ്റെ റോളെന്ന് വെച്ചാൽ ഒരു മോറൽ ഗൈഡ് ആയിരിക്കണം, ടീച്ചർ ആയിരിക്കണം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, വെർച്യൂസ് എല്ലാം പ്രൊമോട്ട് ചെയ്യുക, റീഡേഴ്സിൻ്റെ ആണെങ്കിലും ഓഡിയൻസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ബെസ്റ്റ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ നേച്ചറിനെ വേണം പോയട്രിയിലൂടെ പ്രൊമോട്ട് ചെയ്യാനെന്നാണ് അദ്ദേഹം പറയുന്നത്. പോയറ്റ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ഒരു പ്രോഫറ്റ് ആയിട്ട് മാറണം എന്നാണ് പറയുന്നത്. പോയട്രിയുടെ ഈസ്തറ്റിക് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ അതിന് മോറൽ ആൻഡ് ഡൈഡാക്റ്റീവ് ഫംഗ്ഷൻ അപ്പുറം തന്നെ ഈസ്തറ്റിക് വാല്യൂ ഉണ്ട് പോയട്രിക്ക്. പോയട്രി എന്ന് പറയുന്നത് അതിൻ്റെ മീറ്റർ, റൈം അല്ലെങ്കിൽ ഫിഗറേറ്റീവ് ലാംഗ്വേജസ് വെച്ചിട്ട് ഒരു ലെവൽ ഓഫ് ബ്യൂട്ടി അല്ലെങ്കിൽ എക്സ്പ്രസീവ്നെസ് കൊണ്ടുവരാൻ സാധിക്കും. അത് പ്രോസിന് സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പോയട്രിയാണ് ഹയസ്റ്റ് ഫോം ഓഫ് ലിറ്ററേച്ചർ എന്നാണ് ഡ്രൈഡൻ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദ നോബ്ലസ്റ്റ് ഫോം ഓഫ് ലിറ്ററേച്ചർ. അതായത് പ്രോസിനെക്കാട്ടിലും സുപ്പീരിയർ ആണ് പോയട്രി എന്ന് പറയുന്നത്. ഇമോഷൻസിനെ കുറിച്ചും കോംപ്ലക്സ് ഐഡിയാസിനെ കുറിച്ചും പോയട്രിയിൽ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. പോയട്രിയുടെ ആ യൂസ് ഓഫ് ഇമാജിനേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സ്പീരിയൻസിനെ ഫുൾ റേഞ്ചിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈഡൻ ഒരുപാട് ക്ലാസിക്കൽ വർക്ക്സ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. വെർജിലിൻ്റെ ഏനിയഡ്, ഹോമറിൻ്റെ ഇലിയാഡ് ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇദ്ദേഹം. അപ്പോൾ ഏൻഷ്യൻ ടെക്സ്റ്റിനെ ഇംഗ്ലീഷിലോട്ട് കൊണ്ടുവരേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈംലെസ് റെലവൻസിനെ കുറിച്ച് കാണിക്കാനാണ് ക്ലാസിക്കൽ പോയട്രിയുടെ. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസിക്കൽ പോയട്രിക്ക് കണ്ടംപററി ഓഡിയൻസുമായിട്ട് സ്റ്റിൽ സംസാരിക്കാനുള്ള അല്ലെങ്കിൽ കൺവേഴ്സ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്നും കൂടി കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ക്ലാസിക്കൽ വർക്ക്സ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ ചലഞ്ചസിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിഫസിനകത്ത് എസ്സേസിനകത്തൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ബാലൻസ് ഒറിജിനൽ ടെക്സ്റ്റുമായിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രൈഡൻ അതുപോലെ തന്നെ ഒരു സറ്റാറിസ്റ്റും കൂടിയാണ്. ഷാർപ്പായിട്ട് സൊസൈറ്റി റിഫോം ചെയ്യാനും പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് സറ്റയർസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് മാക് ഫ്ലക്നോ എന്നൊക്കെ പറയുന്നത്. അപ്പം ഡ്രൈഡൻ്റെ ഡിഫൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മൾട്ടി ഫേസറ്റഡ് ആണ്. പല കാര്യങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. മോറൽ, ഇൻ്റലക്ച്വൽ, ഈസ്തറ്റിക് വാല്യൂ ഓഫ് പോയട്രിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പോയട്രി എന്ന് പറയുന്ന ഒരു പവർഫുൾ ഫോഴ്സ് ആണെന്ന് പറയുന്നു. അതിനെ ടീച്ച് ചെയ്യാനും ഡിലൈറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും സാധിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അലക്സാണ്ടർ പോപ്പിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അലക്സാണ്ടർ പോപ്പ് ഒരു ഗ്രേറ്റ് സറ്റാറിസ്റ്റ് ആണ് 18th സെഞ്ചുറിയിൽ. അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് പോയിറ്റും കൂടിയാണ് ഇദ്ദേഹം 18th സെഞ്ചുറിയിൽ. അദ്ദേഹം ബോഡി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിക്കായിട്ടൊരു മനുഷ്യനാണ്, ഡീഫോംഡ് ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിലൂടെയും ഡിവോഷനിലൂടെയാണ് അദ്ദേഹം ആളുകളുടെ മൈൻഡിൽ സ്ഥലം പിടിച്ചത്. അതായത് ഒരു ഗ്രേറ്റ് റൈറ്ററായിട്ട് മാറിയത്. സറ്റയറും ലംബൂണിങ്ങുമാണ് ഇദ്ദേഹത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന 18th സെഞ്ചുറിയിൽ മേജർ ആയിട്ടുള്ള തീംസ് ജോണേഴ്സ് എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ ഇദ്ദേഹം ഒരു ഗ്രേറ്റ് സറ്റാറിസ്റ്റ് ആയിട്ട് മാറി. അപ്പോൾ സറ്റയർ എന്നുള്ള ആർട്ടിൽ ഇദ്ദേഹം വളരെ നല്ല രീതിയിൽ എക്സൽ ചെയ്തൊരു റൈറ്ററാണ്. അപ്പോൾ പോപ്പിൻ്റെ പോയറ്റിക് കരിയർ 3 പീരീഡ്സ് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്ററൽസ്, മിഷിഹ, അതുപോലെ തന്നെ ദ വിൻസർ ഫോറസ്റ്റ്, ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം ആൻഡ് ദ റീപ്പ് ഓഫ് ദി ലോക്ക്. ഓക്കെ, അതാണ് ഫസ്റ്റ് പീരീഡിൽ വരുന്നത്. പാസ്റ്ററൽസ് എന്ന് വെച്ചാൽ ഷോർട്ട് പോവംസ് ആണ്. ആൻഡ് എസ്സേ ഓൺ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ പോപ്പിൻ്റെ ഫസ്റ്റ് മേജർ പോവമാണ്. ഓക്കെ, പിന്നെ 3 പാർട്സ് ആയിട്ടാണ് എസ്സേ ഓൺ ക്രിറ്റിസിസം വരുന്നത്. ആൻഡ് എസ്സേ ഓൺ ക്രിറ്റിസിസം 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിനകത്ത് ക്രിറ്റിസിസം എന്നുള്ള ആർട്ടിനെ കുറിച്ചുള്ള ഒബ്സർവേഷൻസ്, പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സെക്കൻഡ് പാർട്ടിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് ക്രിറ്റിസിസം എന്താണ്, അതൊക്കെയാണ് ഇതിനകത്ത് സെക്കൻഡ് പാർട്ടിനകത്ത് വരുന്നത്. ലാസ്റ്റ് പാർട്ടിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ക്രിട്ടിക്ക് ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പോപ്പിൻ്റെ ക്രിട്ടിക്കൽ മാനിഫെസ്റ്റോ ആണ് ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസിക്കൽ ട്രഡീഷനാണ് ഇദ്ദേഹം ഫോളോ ചെയ്യുന്നത്. പോപ്പ് ക്രിറ്റിസിസത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് ട്രൂ ടേസ്റ്റ് എന്നാണ്. പിന്നെ ക്രിട്ടിക്സിന് വേണ്ടുന്ന 2 റിക്വയർമെന്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏൻഷ്യൻസിനെ കുറിച്ച് പഠിക്കുക ആൻഡ് അവരുടെ ടെക്നിക്സിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ പോപ്പ് പറയുന്നത് ഏതൊക്കെ ക്രിട്ടിക്സിനെയാണ് നമ്മൾ ഏതൊക്കെ ആളുകളെയാണ് നമ്മൾ റൈറ്റേഴ്സിനെയാണ് ക്രിട്ടിക്സ് ഫോളോ ചെയ്യേണ്ടത്. അരിസ്റ്റോട്ടലിനെ ഫോളോ ചെയ്യുക, അതായത് അവരുടെ വർക്ക്സ് വായിക്കുക. ലോഞ്ചൈനസിനെ ഫോളോ ചെയ്യുക, പിന്നെന്താണ് ഹൊറസിനെ ഫോളോ ചെയ്യുക, ഡയനീഷ്യസിനെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയും പേരുടെ വർക്ക്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്രിട്ടിക് ആവാൻ സാധിക്കുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. പോപ്പ് അപ്പോൾ പോപ്പിൻ്റെ ക്രിറ്റിസിസത്തിൻ്റെ ഡെഫിനിഷൻ ട്രൂ ടേസ്റ്റ് എന്നാണ്. അതായത് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് ഏൻഷ്യൻ
റൈറ്റേഴ്സിൻ്റെ റൂൾസ് അനുസരിച്ച് വേണം നമ്മൾ ഫോളോ ചെയ്ത് വേണം ഒരു വർക്കിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എസ്സേ ഓൺ ക്രിറ്റിസിസത്തിനെ കുറിച്ചൊരു നോട്ട് എഴുതാൻ പറഞ്ഞാൽ അതൊരു ഫസ്റ്റ് മേജർ പോവമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് മാനിഫെസ്റ്റോ ആണ്. പിന്നെ ക്ലാസിക്കൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസിക്കൽ ബെൻഡ് നമുക്ക് ഈ ഒരു വർക്കിനകത്ത് കാണാൻ സാധിക്കും. 3 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ എഴുതുക. പിന്നെ റൈറ്റ് ആൻ എസ്സേ ഓൺ പോപ്പിൻ്റെ വ്യൂ ഓൺ ക്രിറ്റിസിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പ് ഫോളോ ചെയ്യുന്നത് ക്ലാസിക്കൽ ട്രഡീഷനാണ് ക്രിറ്റിസിസത്തിലാണെങ്കിലും പോയിട്രിയിലാണെങ്കിലും. സോ ആ എസ്സേക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ക്രിറ്റിസിസത്തിനെ അദ്ദേഹം ട്രൂ ടേസ്റ്റ് ആയിട്ടാണ് വിളിക്കുന്നത്. അതൊരു ഗിഫ്റ്റ് ഓഫ് നേച്ചറായിട്ടാണ് പറയുന്നത്. ഏൻഷ്യൻസിനെ ഫോളോ ചെയ്യുക, അവരെ നമ്മൾ ഗൈഡായിട്ട് എടുക്കുക, അവരെ വേണം ഒരു ഗൈഡിങ് ഫോഴ്സായിട്ട് കൺസിഡർ ചെയ്യാനെന്നാണ് പറയുന്നത്. പിന്നെ ഏൻഷ്യൻ മോഡൽസിനെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ അവരുടെ ടെക്നിക്സിനെ കുറിച്ചുള്ളൊരു നോളജ് വേണം. അതാണ് പോപ്പിൻ്റെ ക്രിട്ടിക്കൽ തിയറി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഗ്രേറ്റ് ക്രിട്ടിക്ക് മാത്രമല്ല ഗ്രേറ്റ് റൈറ്റർ ആകാനും പറ്റും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഒരു ക്രിട്ടിക്ക് ആകണം എന്നുണ്ടെങ്കിൽ അത് നാച്ചുറലായിട്ട് നമുക്കൊരു എബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു എബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് നമ്മൾ അറിഞ്ഞിരിക്കുക. ക്യാരക്ടറിനെ, തോട്ടിനെ കുറിച്ച്, എക്സ്പ്രഷനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റോറീസിനെ കുറിച്ച് നമുക്ക് കുറച്ചൊരു ഐഡിയാസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അവർക്കെന്ന് പറയുന്നത് ക്രിറ്റിസിസത്തിലാണെങ്കിലും റൈറ്റിങ്ങിനാണെങ്കിലും ഒരു പ്ലേസ് ഓഫ് ഓണർ കിട്ടും എന്നാണ് പോപ്പ് പറയുന്നത്. ഓക്കെ, പിന്നെ ഏൻഷ്യൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അവരുടെ റൂൾസ് തന്നെ അവർ വയലേറ്റ് ചെയ്തിരുന്നു വളരെ ഫ്രീ ആയിട്ട്. മോഡേണിലും ഇതുപോലെ തന്നെ അവർക്ക് ഇതുപോലെ തന്നെ. പക്ഷേ മോഡേൺ റൈറ്റേഴ്സ് എന്ന് പറയാന്നുണ്ടെങ്കിൽ ഒരു ലക്കി ലൈസൻസ് ഇവർക്ക് വലുതായിട്ട് കിട്ടിയിട്ടില്ലെന്നാണ് പോപ്പ് പറയുന്നത്. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏൻഷ്യൻസ് ചെയ്ത കാര്യങ്ങളെ ടൈ ചെയ്തിട്ടേക്കുവാണ് മോഡേൺ റൈറ്റേഴ്സിനെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മാസ്റ്റേഴ്സ് ഓഫ് ക്രിറ്റിസിസം. ഇനി അടുത്തതെന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ, ഹൊറസ്, ഡയനീഷ്യസ്, പെട്രോണിയസ് ഇങ്ങനെയുള്ള റൈറ്റേഴ്സിനെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക എന്നാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ ലോഞ്ചൈനസിനെ ഇദ്ദേഹം ഫസ്റ്റ് റൊമാൻറ്റിക് ക്രിട്ടിക് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് പിന്നെ എമോങ് ദി ഇംഗ്ലീഷ് ക്രിറ്റിക്സിനകത്ത് ഇദ്ദേഹം കുറച്ച് ഫ്യൂ ആയിട്ടുള്ള റൈറ്റേഴ്സിനെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ പോപ്പിന് ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മോർ ദാൻ ദി ആർട്ട് ഓഫ് ജഡ്ജിങ്. അതായത് ജഡ്ജ് ചെയ്യുന്ന മാത്രമല്ല പോപ്പിന് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ക്രിട്ടിക് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ബോൺ ടു ജഡ്ജ് ആണ്. പോയിറ്റ് എന്ന് പറയുന്നത് ഈസ് ബോൺ ടു റൈറ്റ് ആണ്. പക്ഷേ ജഡ്ജ് ചെയ്യുന്നതിന് അപ്പുറവും കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്, പിന്നെ നമ്മുടെ പോപ്പ് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്ത് വളരെ നാച്ചുറലി ഗിഫ്റ്റഡ് ആയിട്ട് പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ വേണം, അല്ലെങ്കിൽ ഏൻഷ്യൻസിൻ്റെ റൂൾസ് ഫോളോ ചെയ്ത ആളുകൾ വേണം ഒരു വർക്ക് ഓഫ് ആർട്ടിനെ ജഡ്ജ് ചെയ്യാനെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ പോപ്പിൻ്റെ വ്യൂ ഓൺ പോയട്രി എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് എസ്സേ ഓൺ ക്രിറ്റിസിസത്തിനകത്ത് ഇദ്ദേഹം പോയട്രിയെ കുറിച്ചുള്ള ഒബ്സർവേഷൻസ് പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ പോയറ്റ്സ് ഓഫ് ഹിസ് ടൈം എന്ന് പറയുന്നത് വെർ എക്സ്പെക്റ്റഡ് ടു ബി വിറ്റി, അതായത് ഇൻ്റലക്ച്വൽ പോയംസ് എഴുതാനാണ് ഇദ്ദേഹത്തിൻ്റെ ടൈമിലുള്ള പോയറ്റ്സ് ചെയ്തിരുന്നത്. അപ്പോൾ പോപ്പ് ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. ട്രൂ വിറ്റ് എന്ന് പറയുന്നത് ഈസ് നേച്ചർ ടു അഡ്വാൻറ്റേജ് ഡ്രസ്ഡ്. അതായത് നമ്മൾ തോട്ട്സ് നമ്മുടെ മൈൻഡിൽ വരും, പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണോ അതിലിരിക്കും നമ്മുടെ പോയട്രിയുടെ വിജയം എന്നാണ് നമ്മുടെ പോപ്പ് പറയുന്നത്. ഓക്കെ, ഒരു നാച്ചുറൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ആപ്റ്റായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക വിത്ത് ഓൾ ദി ബ്യൂട്ടി ഓഫ് ദി ആർട്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഡിക്ഷൻ്റെ കാര്യത്തിൽ പോപ്പ് പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ചോയ്സ് ഓഫ് വേർഡ്സിൻ്റെ കാര്യത്തിൽ പോപ്പിൻ്റെ അഭിപ്രായം എന്താണ്, ഒപ്പീനിയൻ എന്താണ്? അതായത് നൈദർ ടു ന്യൂ അല്ലെങ്കിൽ നോർ ടു ഓൾഡ് ആയിട്ടുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെന്താ പറയുന്നത്? ഓൾഡസ്റ്റ് ഓഫ് ദ ന്യൂ അല്ലെങ്കിൽ ന്യൂവസ്റ്റ് ഓഫ് ദ ഓൾഡ്, അങ്ങനെയാണ് പോപ്പ് പറയുന്നത്. അതായത് ഒരുപാട് പഴയ വാക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് പുതിയ വാക്കുകൾ യൂസ് ചെയ്തിരിക്കാൻ ഒരു മിഡിൽ ഗ്രൗണ്ടിലോട്ട് പോവുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ പോംബസ് വേർഡ്സ് എന്ന് പറയുന്നത് നോട്ട് സ്യൂട്ടബിൾ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ വേഴ്സിഫിക്കേഷൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചീപ്പ് മ്യൂസിക്കൽ ഡിവൈസസും അതുപോലെ തന്നെ ഈക്വൽ സിലബിൾസ്, ഓപ്പൺ വൗവൽസ്, പിന്നെ എക്സസീവ് യൂസ് ഓഫ് സിലബിൾസ്, ഈ പന്ന റൈംസ്, സ്റ്റെയിലായിട്ടുള്ള റൈംസ് അതൊന്നും വേണ്ട എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് പ്ലേസിൽ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ റൈറ്റ് വേഴ്സിഫിക്കേഷൻ വേണം. പക്ഷെ അത് പോയത്തിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മാത്രം മതി. അതായത് സ്മൂത്ത് അല്ലെങ്കിൽ സ്ലോ, ഹാർഷ് ആകാൻ പാടില്ല, ഒരുപാട് സ്വീറ്റ് ആകാനും പാടില്ല. ഓക്കെ, പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് ദി നിയോ ക്ലാസിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് ക്ലാസിക്കൽ റൂൾസ് എന്ന് പറയുന്നത് കനോട്ട് ബി ബൈൻഡിങ്, അതായത് എല്ലാ സമയത്തും ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആകാൻ പറ്റുകയില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഓരോ കൺട്രിയുടെയും ഓരോ ഏജിലും ഓരോ ടേസ്റ്റാണ് വരുന്നത് ലിറ്ററേച്ചറിൽ, അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വർക്കിനകത്ത് പറഞ്ഞു പോകുന്നത്.
നമ്മൾ നോക്കാൻ പോകുന്നത് വേർഡ്സ്വർത്തിൻ്റെ ക്രിറ്റിസിസമാണ്. സോ അത് വരുമ്പോൾ റൊമാൻറ്റിക് ഏജിലോട്ട് നമ്മൾ കിടക്കും. വേർഡ്സ്വർത്ത് 1770 കുംബർലൻഡ് എന്നുള്ളൊരു സ്ഥലത്താണ് ജനിച്ചത്. ആൻഡ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് 2 പോംസ് എന്ന് പറയുന്നത് ആൻ ഈവനിങ് വാക്ക്, ഡിസ്ക്രിപ്റ്റീവ് സ്കെച്ചസ്. 1791 അദ്ദേഹം ഫ്രാൻസിലോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ഫ്രഞ്ച് റവല്യൂഷൻ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ആൻഡ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ അങ്ങ് മാറി. അതായത് ആ ഫ്രഞ്ച് റവല്യൂഷൻ ഹാപ്പൻ ചെയ്തതിന് ശേഷം അപ്പം ഈ സമയത്ത് ഇദ്ദേഹം ഒരു പ്ലേ എഴുതി, ദ ബോർഡറേഴ്സ് എന്ന് പറഞ്ഞൊരു ട്രാജഡി ആയിരുന്നു. തീം ഓഫ് ബിട്രയൽ ആയിരുന്നു ഇതിനകത്ത് യൂസ് ചെയ്തിരുന്നത്. ഇദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ലിറിക്കൽ ബാലഡ്സ് ആണ്. 1798 പബ്ലിഷ് ചെയ്തു. അതിനകത്ത് വരുന്ന ഒരു കളക്ഷൻ ഓഫ് പോംസ് ആണ് ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്നത്. ടിൻറ്റൺ ആബേ, ദ റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാരിനർ ഒക്കെ വരുന്നത് ലിറിക്കൽ ബാലഡ്സിനകത്താണ്. 1798 വേർഡ്സ്വർത്ത് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോം എഴുതി. അത് പ്രിലൂഡ് എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ അദ്ദേഹം ലിറിക്കൽ ബാലഡ്സിന് തന്നെ പിന്നെന്താണ് ഈ ഒരു 1800 ആയപ്പോൾ ഒരു പ്രിഫസ് എഴുതി അദ്ദേഹം. പ്രിഫസ് എന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ, അതായത് പോയിറ്റിക് ഡിക്ഷനെ കുറിച്ചും പോയിറ്റിക് സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം ഇതിനകത്താണ് സംസാരിച്ചത്. 1802 ഇദ്ദേഹം മേരി ഹച്ചിൻസനെ കല്യാണം കഴിച്ചു. ആൻഡ് പിന്നെ അദ്ദേഹം കോൾറിഡ്ജുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വേർഡ്സ്വർത്ത് അദ്ദേഹത്തിന് ഗ്രേറ്റ് ഓഡ് 1812 എഴുതിയത്, ഓഡ് ഓൺ ദി ഇൻഡിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. ആൻഡ് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് പ്രിലൂഡ് എന്നുള്ള ഇദ്ദേഹത്തിന് ഓട്ടോബയോഗ്രഫിക്കൽ പോം ഇദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. 1843 ഇദ്ദേഹം പോയിറ്റ് ലോറേറ്റ് ആയിട്ട് അപ്പോയിന്റഡ് ആയി മാറുന്നു. ഓക്കെ, അപ്പം വേർഡ്സ്വർത്തിന്റെ ക്രിട്ടിക്കൽ വർക്കിന്റെ പേര് പ്രിഫസ് ടു ലിറിക്കൽ ബാലഡ്സ് എന്നാണ്. അത് പബ്ലിഷ് ചെയ്ത് 1800 1798 ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്തു. 1800 ഇദ്ദേഹം പ്രിഫസ്, അതേ വർക്കിന് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെ പ്രിഫസ് എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, പിന്നെ നിയോ ക്ലാസിക്കൽ പോയട്രിയെ കുറിച്ച് വേർഡ്സ്വർത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അദ്ദേഹത്തിന് ഒരു റെസ്ട്രിക്ഷൻസിന് എതിരെയായിരുന്നു നമ്മുടെ വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞത്. സോ നിയോ ക്ലാസിക്കൽ പോയട്രിക്ക് എതിരെയായിരുന്നു ഇദ്ദേഹം. വാട്ട് ഈസ് ഗുഡ് പോയട്രി അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത്? ഗുഡ് പോയട്രി എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ഇതാണ് പോയട്രിയുടെ ഡെഫിനിഷനും ഇതുതന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ. ഓക്കെ, പിന്നെ അദ്ദേഹം ചൂസ് ചെയ്തത് ഹംബിൾ അല്ലെങ്കിൽ റസ്റ്റിക് ലൈഫാണ്. അതായത് തീംസ്, അദ്ദേഹത്തിൻ്റെ പോയട്രിയിലെ അല്ലെങ്കിൽ വർക്ക്സിലെ തീംസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള വില്ലേജ് ലൈഫിനെ കുറിച്ചാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇനി ആരാണ് പോയറ്റ് അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത്? പോയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് എസെൻഷ്യലി എ മാൻ സ്പീക്കിംഗ് ടു മെൻ. ഒരു മനുഷ്യരുടെ അടുത്ത് സംസാരിക്കുന്നതാണ് ഇദ്ദേഹത്തിന് പോയറ്റ് എന്ന് പറയുന്നത്. പോയട്രി ഇദ്ദേഹം ഡിഫൈൻ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പോയട്രി എന്ന് പറയുന്നത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് റിക്കളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. അതായത് നമ്മൾ ട്രാങ്ക്വിലിറ്റിയുടെ ആ ഒരു ട്രാങ്ക്വിൽ സമയത്തിരുന്ന് നമ്മൾ റിക്കളക്ട് ചെയ്യുന്ന ഇമോഷൻസും ഫീലിങ്സും അതിൻ്റെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓവർഫ്ലോ ആണ് പോയട്രി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വേർഡ്സ്വർത്ത് റൊമാൻറ്റിക് സ്കൂൾ ഓഫ് ക്രിറ്റിസിസത്തിലാണ് ബിലോങ് ചെയ്യുന്നത്. പിന്നെ വാട്ട് ഈസ് എ മോസ്റ്റ് സ്യൂട്ടബിൾ സബ്ജക്ട് ഓഫ് പോയട്രി? വേർഡ്സ്വർത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ റെസ്ട്രിക്റ്റഡ് ഫോംസ് ഓഫ് ദി 18th century നിയോ ക്ലാസിക്കൽ പോയട്രിക്ക് എതിരെയായിരുന്നു ഇദ്ദേഹം. ആൻഡ് ഹി ബിലീവ്സ് അറ്റ് എ പോയറ്റ് എന്ന് പറയുന്നത് വിവിഡ് സെൻസേഷൻസും സ്പോണ്ടേനിയസ് ഫീലിങ്സും ഉള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ എഴുതുന്ന ആളായിരിക്കണം. ഓൾ ഗുഡ് പോയട്രി എന്ന് പറയുന്നത് അതിനെന്ത് കാണും? ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് കാണും. ഫീലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ നേച്ചറിൻ്റെ പ്രൈമറി ലോ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആക്ഷനും സിറ്റുവേഷനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഷൻ ക്രിയേറ്റഡ് ആകുന്ന ഒരു സ്യൂട്ടബിൾ സോയിൽ ലിറ്ററേച്ചറിൽ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പോയട്രിയിലും ഉണ്ടായിരിക്കുക. പോയട്രി അങ്ങനെ ആയിരിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ സിംപ്ലിസിറ്റിക്കാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഹംബിൾ ആൻഡ് റസ്റ്റിക് ലൈഫിനാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, ബിക്കോസ് റസ്റ്റിക് പീപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വില്ലേജ് പീപ്പിൾ എന്ന് പറയുന്നത്, അവർക്ക് ഈ സൊസൈറ്റിയിലുള്ള മോഡേൺ സൊസൈറ്റിയിലുള്ള ഈ അനാവശ്യമായിട്ടുള്ള വാനിറ്റി ഒന്നും ഇല്ല, അഹങ്കാരവും ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഫീലിങ്സ് ഓഫ് കോമൺ മാൻ ആണ് ഇദ്ദേഹത്തിൻ്റെ പോയത്തിനകത്ത് തീംസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇനി പോയറ്റിക് ലാംഗ്വേജിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡിനറി ലാംഗ്വേജ് വേണം അദ്ദേഹം യൂസ് ചെയ്യാനെന്നാണ് പറഞ്ഞത്. അതായത് ലാംഗ്വേജ് ഓഫ് മെൻ, ലാംഗ്വേജ് ഓഫ് അതുപോലെ തന്നെ പിന്നെന്താണ് പോയറ്റിനെന്ന് പറയുന്നത് ഡീപ്പ് ഇമോഷൻസ് ഓഫ് കോമൺ പീപ്പിളിനെ വേണം പോർട്രേ ചെയ്യാൻ. അത് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ വേണം പ്രൊമോട്ട് ചെയ്യാൻ. കാരണം അൺസോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ വേണം എഴുതാൻ, എന്നാലേ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾക്ക് വായിക്കാൻ പറ്റൂ. എയിം ഓഫ് ദ പോയറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടു കീപ് ദ റീഡർ ഇൻ ദ കമ്പനി ഓഫ് ഫ്ലെഷ് ആൻഡ് ബ്ലഡ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പോയട്രി ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു അട്ടറൻസ് ആണ്. അപ്പോൾ ആ സ്പോണ്ടേനിറ്റിയിൽ എന്താണ് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, വളരെ ഓർണമെൻ്റൽ ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവത്തില്ല. പിന്നെ പോയറ്റിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, അതായത് ഇൻസ്പയർഡ് ആകുന്ന മൊമെൻറ്റിന് മുന്നേ ഉള്ളൊരു പോയിറ്റിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, പോയം എഴുതുന്നതിന് മുന്നേ ഉള്ളൊരു മൈൻഡ് സെറ്റ്. അതെന്ന് വെച്ചാൽ ഡീപ്പ് അല്ലെങ്കിൽ ഒരു ഹാബിച്വലായിട്ടൊരു റിഫ്ലക്ഷൻ, സ്വയം ഒരു റിഫ്ലക്ഷൻ പോയിറ്റിൻ്റെ മൈൻഡിൽ തന്നെ ഉണ്ടായിരിക്കണം. ആ ഒരു കോൺഷ്യസ്നെസ് വെച്ചിട്ട് വേണം ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് ഒരു പോയം എഴുതാനെന്നാണ് ഇദ്ദേഹം പറയുന്നത്. വിവിഡ് ഇമോഷൻസ് വെച്ചിട്ട് എന്നാലേ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേർഡ്സ്വർത്തിൻ്റെ കോൺസെപ്റ്റ് ഓഫ് പോയറ്റ് ആൻഡ് പോയട്രി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വേർഡ്സ്വർത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്ലഷറിനാണ്. ഓക്കെ,
പിന്നെ ഇംപ്രഷനിസ്റ്റിക് അപ്രോച്ചിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വേർഡ്സ്വർത്ത്. അതായത് ഒരു പോയം എഴുതി അത് എന്ത് കൈൻഡ് ഓഫ് ഇംപ്രഷനാണ് റീഡേഴ്സിൻ്റെ മൈൻഡിൽ ഉണ്ടായത്, അതായത് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം, റീഡേഴ്സിനാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൂടുതലും കൊടുത്തതെന്ന് പറയുന്നത്. പിന്നെ നല്ല ഒരു ലൈവ്ലി സെൻസിബിലിറ്റി ഉണ്ടായിരിക്കണം പോയറ്റിന്, ഗ്രേറ്റ് പവർ ഓഫ് ഒബ്സർവേഷനും കമ്മ്യൂണിക്കേഷനും ഇമാജിനേഷനും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ആളുകളുമായിട്ട് ഒരു കൈൻഡ് ഓഫ് യൂണിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം പോയറ്റിനെന്ന് പറയുന്നത്. നമ്മൾ ബാക്കിയുള്ള ഓർഡിനറി ആളുകളുമായിട്ട് ഒരു ഇമോഷണൽ ഐഡന്റിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. പോയറ്റ് എന്ന് പറയുന്ന അയാളുടേതായിട്ടുള്ള ഒരു ഐവറി ടവറിൽ ഇരുന്ന് സെക്ലൂഡഡ് ആയിട്ട് സൊസൈറ്റിയുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഇരുന്നുള്ള ലൈഫ് വരരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എല്ലാവരുമായിട്ട് സംസാരിച്ച് കോമൺ പീപ്പിളുമായിട്ടൊക്കെ ഷെയർ ചെയ്ത്, ജോയ്സ് ഒക്കെ ഷെയർ ചെയ്ത്, സോറോസ് ഒക്കെ ഷെയർ ചെയ്ത്, എന്നിട്ട് പ്ലഷറിന് വേണ്ടി എഴുതുക. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം വേർഡ്സ്വർത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രിഫസ് ടു ലിറിക്കൽ ബാലഡ്സ് 1800 പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹമാണ് ഫസ്റ്റ് ക്രിട്ടിക് ടു ടേൺ ഫ്രം ദി ഫോം ഓഫ് പോയട്രി ടു ഇറ്റ് സബ്സ്റ്റൻസ്. അതായത് സബ്സ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഫോമിനല്ല ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഒരു തിയറി ഓഫ് പോയട്രി തന്നെ ഇദ്ദേഹം കൊണ്ടുവന്നു. ഒരു പോയറ്റ് എങ്ങനെ ആയിരിക്കണം, പോയട്രി നല്ല രീതിയിൽ ഡിഫൈനും ചെയ്തു നമ്മുടെ വേർഡ്സ്വർത്ത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം നമ്മുടെ എസ്സേ എഴുതി വെക്കാൻ. സാമുവൽ ടൈലർ കോളറിഡ്ജിനെ കുറിച്ചാണ് നെക്സ്റ്റ് നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസിസം. സാമുവൽ ടൈലർ കോളറിഡ്ജ് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് റൊമാൻറ്റിക് മൂവ്മെൻറ്റിൽ. ആൻഡ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ടു ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടും ഫിലോസഫിക്കലായിട്ടുള്ള ഇൻസൈറ്റ്സ് ആണ്. ആൻഡ് ഓൾസോ ഇമാജിനേഷൻ എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് വളരെ ഇലാബറേറ്റ് ആയിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ വർക്കിനകത്ത്. ഇദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ വർക്ക് എന്ന് പറയുന്നത് ബയോഗ്രഫിയ ലിറ്ററിയ, ഇദ്ദേഹത്തിൻ്റെ ലിറ്ററി ഓട്ടോബയോഗ്രഫി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കോളറിഡ്ജിൻ്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് പോയട്രിയെ റീഡിഫൈൻ ചെയ്യാനും ലിറ്ററേച്ചറിനെ നമുക്ക് ഒരു റീഡെഫിനിഷൻ ഓഫ് ലിറ്ററേച്ചർ ഒക്കെയാണ് ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്തത്. അപ്പം കീ ആസ്പെക്ട്സ് ഓഫ് കോളറിഡ്ജിൻ്റെ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഫാൻസി ആൻഡ് ഇമാജിനേഷനെ കുറിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയ ലിറ്ററിയ എന്നുള്ള വർക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് 1870 ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇമാജിനേഷൻ്റെ റോൾ എന്താണ്. അപ്പം ഇമാജിനേഷൻ എന്ന് പറഞ്ഞ കോളറിഡ്ജിൻ്റെ ലിറ്റററി ക്രിറ്റിസിസത്തിലെ ഒരു സെൻട്രൽ കോൺസെപ്റ്റാണ്. അത് ഫാൻസിയുമായിട്ടാണ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം. ഫാൻസി ആൻഡ് ഇമാജിനേഷൻ എന്നുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഈ വർക്കിനകത്ത്. മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് കോൺസെപ്റ്റ് ഇതാണ്, ഫസ്റ്റ് 2 കോൺസെപ്റ്റുകൾ. അപ്പോൾ കോളറിഡ്ജിന് ഇമാജിനേഷൻ എന്ന് പറയുന്ന സുപ്രീം ക്രിയേറ്റീവ് പവറാണ്. ഇമാജിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിഫറൻ്റ് ആയിട്ട് കിടക്കുന്ന എലിമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിനെ സിന്തസൈസ് ചെയ്ത് ഒരു യൂണിഫൈഡ് ഹോൾ ആക്കി മാറ്റാൻ ഇമാജിനേഷന് സാധിക്കും. ഫാൻസി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് മെക്കാനിക്കൽ എബിലിറ്റിയാണ്. ഇമേജസിനെയും ഐഡിയാസിനെയൊക്കെ കമ്പൈൻ ചെയ്യാനുള്ളൊരു മെക്കാനിക്കൽ എബിലിറ്റി. അതിനകത്തുനിന്ന് പുതിയതായിട്ടൊന്നും ക്രിയേറ്റഡ് ആകുന്നില്ല എന്നാണ് കോളറിഡ്ജ് അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സെമിനൽ വർക്കാണ് ബയോഗ്രഫിയ ലിറ്ററിയ. അതിനകത്ത് ഇമാജിനേഷനെ അദ്ദേഹം പറയുന്നത് റെപ്പറ്റീഷൻ ഇൻ ദി ഫൈനൈറ്റ് മൈൻഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രൈമറി ഇമാജിനേഷൻ എന്താണെന്നും സെക്കൻഡറി ഇമാജിനേഷൻ എന്താണെന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട്. പ്രൈമറി ഇമാജിനേഷൻ എന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സൽ ക്രിയേറ്റീവ് പവറാണ്. ആ ക്രിയേറ്റീവ് പവർ എല്ലാ ഹ്യൂമൻ ബീയിങ്സിലും ബൈ ബർത്ത് ഇൻഹെറൻ്റ് ആണ്. സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അത് പോയറ്റിക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ഇമാജിനേഷനാണ്. അത് റിയാലിറ്റിയെ റീഷേപ്പ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് ആർട്ടിനോട്ട് ആക്കുന്നു. ഓക്കെ, ഇനി കോളറിഡ്ജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ടേമാണ് ഐഡിയ ഓഫ് ഓർഗാനിക് ഫോം. അത് ലിറ്ററേച്ചറിൽ കൊണ്ടുവന്ന ഒരു ടേമാണ് ഇദ്ദേഹം. ഓർഗാനിക് ഫോം എന്നുള്ള എന്താണെന്ന്, അതായത് ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് ഷുഡ് ഗ്രോ നാച്ചുറലി ഫ്രം ഇറ്റ്സ് സബ്ജക്റ്റ് മാറ്റർ. അതായത് ഒരു പ്ലാന്റ് അതിൻ്റെ സീഡിൽ നിന്ന് നാച്ചുറലായിട്ട് ഗ്രോ ചെയ്യുന്നത് പോലെ വേണം ഒരു വർക്ക് ഓഫ് ആർട്ട് നാച്ചുറലായിട്ട് തന്നെ അതിൻ്റെ സബ്ജക്റ്റ് മാറ്ററിൽ നിന്ന് ഗ്രോ ആയി വരിക. പിന്നെ ആൻഡ് ഹി ഓൾസോ ബിലീവ്ഡ് ദാറ്റ് എ ട്രൂ വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് മെക്കാനിക്കലി കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതായത് കുറേ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള റൂൾസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു വർക്ക് ഓഫ് ആർട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല, മെക്കാനിക്കലി കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അത് ഇന്നർ ലോജിക്കും നമ്മുടെ മൈൻഡിലുള്ള കണ്ടൻസ് വെച്ചിട്ടുള്ള യൂണിറ്റി വെച്ചിട്ട് അതിനെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ പൊയറ്റിക് ലാംഗ്വേജിനെ കുറിച്ചും സിംബോൾസത്തിനെ കുറിച്ചും എന്താണ് കോളറിഡ്ജ് പറഞ്ഞിരിക്കുന്നത്. കോളറിഡ്ജ് വാസ് ഡീപ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ദി നേച്ചർ ഓഫ് പൊയറ്റിക് ലാംഗ്വേജ് ആൻഡ് ഓൾസോ ദി എബിലിറ്റി ടു കൺവേ കോംപ്ലക്സ് ഐഡിയാസ് ആൻഡ് ഇമോഷൻസ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോയട്രി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് മിയർലി ഡിസ്ക്രൈബ് ദ വേൾഡ് ബട്ട് ഷുഡ് എന്ത് ചെയ്യണം, ഡീപ്പർ ട്രൂത്തും സ്പിരിച്വൽ റിയാലിറ്റിയെക്കുറിച്ചും വേൾഡിലുള്ളതിനെക്കുറിച്ച് ഇതേ പോയട്രി ഡിസ്ക്രൈബ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ എംഫസൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സിംബോളിസം ഇൻ പോയട്രി. അതായത് ഒബ്ജക്ട്സും ഇമേജസും ഇൻ പോയം എന്ന് പറയുന്നത് അതിന് മീനിങ്സിനെക്കാട്ടിലും അല്ലാതെ ഒരു ബിയോണ്ട് മീനിങ്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു സിംബോളിസം യൂസ് ചെയ്യുക പോയട്രിയിൽ, ഒരു സിംബോളിക് അപ്രോച്ച് ലാംഗ്വേജിലും പോയട്രിയുടെ ലാംഗ്വേജിൽ കൊണ്ടുവരിക. അതുവഴി ഡീപ്പർ ട്രൂത്ത്സിനെ കുറിച്ചും ഡീപ്പർ ഇമോഷണൽ റെസ്പോൺസ് റീഡേഴ്സിൻ്റെ മൈൻഡിലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കോളറിഡ്ജിൻ്റെ തിയറി ഓഫ് പോയട്രി എന്ന് പറയുന്നത്
വില്യം വേർഡ്സ്വർത്തിന്റെ ഐഡിയാസ് അബൌട്ട് പോയട്രിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ തിയറി ഓഫ് പോയട്രി കൊണ്ടുവന്നത്. വില്യം വേർഡ്സ്വർത്തിന്റെ ഐഡിയാസ് പ്രിഫേഴ്സ് ടു ലിറിക്കൽ ബാലൻസിനകത്ത് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്. വേർഡ്സ്വർത്തിന്റെ ബിലീവ് എന്താണ്? എവരുടെ ലാംഗ്വേജിലും എവരുടെ സബ്ജക്റ്റിലും കോമൺ ലാംഗ്വേജിലും ഒക്കെ വേണം എഴുതാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കോൾറിഡ്ജ് ഓൾസോ എംഫസൈസ്ഡ് എന്താണ്? ഓർഡിനറി എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എഴുതുക, പക്ഷേ ഇമാജിനേഷന്റെ ഹെൽപ്പോട് കൂടി തന്നെ എഴുതുക എന്നാണ് പറയുന്നത്. കോൾറിഡ്ജിന്റെ വർക്ക്സിനകത്ത് നമുക്ക് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സിന്റെയാണ്. അതായത് വാട്ട് ഈസ് നാച്ചുറൽ അദ്ദേഹം അതിനെ സൂപ്പർ നാച്ചുറൽ ആക്കി മാറ്റുന്നു. ഓക്കെ, കോൾറിഡ്ജിന്റെ ഒരു ടെക്നിക്ക് അതാണ്. ലാംഗ്വേജ് ഓഫ് ഓർഡിനറി മെൻ എന്നുള്ളതിന്റെ വേർഡ്സ്വർത്തിന്റെ നോഷനാണ് ലാംഗ്വേജ് ഓഫ് ഓർഡിനറി മെൻ എന്നുള്ളത്. അപ്പം കോൾറിഡ്ജ് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതായത് പോയറ്റിൻ്റെ ഇമാജിനേഷനാണ് ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതും എലിവേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ആ ഒരു ഇമാജിനേഷൻ പവർ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എക്സ്പ്രസീവായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അത് എവരുടെ സ്പീച്ചിനെക്കാട്ടിലും പവർഫുൾ ആണ് ആ ഒരു ലാംഗ്വേജ് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. ഇനി കോൾറിഡ്ജ് ഷേക്സ്പിയറിനെ കുറിച്ചൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് ലെക്ചേഴ്സ് ഓൺ ഷേക്സ്പിയർ എന്ന് പറയുന്നത്. അദ്ദേഹം ഷേക്സ്പിയറിനെ പ്രൈസ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ പോയറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് കാരണം ഹ്യൂമൻ ഇമോഷൻസിനെ കുറിച്ചും ഹ്യൂമൻ എക്സ്പീരിയൻസിനെ കുറിച്ചും കംപ്ലീറ്റ് ആയിട്ട് പോർട്രേ ചെയ്യാൻ ഷേക്സ്പിയറിന് സാധിച്ചു എന്നാണ് കോൾറിഡ്ജ് പറയുന്നത്. കോൾറിഡ്ജിന്റെ അനാലിസിസ് ഓഫ് ഷേക്സ്പിയറിന്റെ ക്യാരക്ടേഴ്സ്, അതായത് ഈ ഹാംലെറ്റിന്റെ സൈക്കോളജിക്കൽ കോംപ്ലക്സിറ്റി, അതിനെക്കുറിച്ചൊക്കെ കോൾറിഡ്ജ് പറഞ്ഞിട്ടുണ്ട്. ഷേക്സ്പിയറിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ക്യാരക്ടേഴ്സ് ആണ്. യൂണിവേഴ്സൽ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഷേക്സ്പിയറിന്റെ ഹീറോസിൽ അല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ ക്യാരക്ടേഴ്സിന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്ലേസ് യൂണിവേഴ്സലി റിലവൻ്റ് ആയി മാറിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ഹി ഓൾസോ ആർഗ്യൂഡ് ദാറ്റ് ഷേക്സ്പിയറിന്റെ ജീനിയസ് ഉള്ളത് യൂസ് ഓഫ് ഇമാജിനേഷനിലാണെന്ന്. അതായത് ആ ഒരു ഇമാജിനേറ്റീവ് പവർ കൂടുതലായതുകൊണ്ടാണ് അത്രയും നല്ല ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും ട്രൂ ടു ലൈഫ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും ഷേക്സ്പിയറിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഡീപ്ലി ഫിലോസഫിക്കലും കൂടിയാണ്. ആരുടെ? കോൾറിഡ്ജിന്റെ ജർമ്മൻ ഐഡിയലിസ്റ്റ് ഫിലോസഫി, അതുപോലെ തന്നെ ഇമാനുവൽ കാന്തിന്റെ വർക്ക്സും ഒക്കെ ഇദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, റിലേഷൻ ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് എക്സ്റ്റേണൽ വേൾഡ് ഒക്കെ ഇദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ വർക്ക്സിനകത്ത് വന്നിട്ടുണ്ട്. ഫിലോസഫിക്കൽ അപ്രോച്ച് ടു ക്രിറ്റിസിസം എന്ന് പറയുന്നത് അതായത് റിയാലിറ്റിയുടെ നേച്ചർ എന്താണ്, ആർട്ടിസ്റ്റിന്റെ റോൾ എന്താണ്, ആർട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇതൊക്കെയാണ് അപ്രോച്ചസ് വന്നിട്ടുള്ളത്, ഫിലോസഫിക്കൽ അപ്രോച്ചസ് വന്നിട്ടുള്ളത്. ആൻഡ് ഇദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത് ലിറ്ററേച്ചറും ഫിലോസഫി എന്ന് പറയുന്നത് ഡീപ്ലി ഇന്റർട്വൈൻഡ് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു പകുതി ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്, പകുതി ഫിലോസഫിക്കൽ വർക്കാണ് നമ്മുടെ ബയോഗ്രഫിയ ലിറ്ററിയ എന്ന് പറയുന്നത്. ഒരു ലിറ്ററി ക്രിട്ടിക്കൽ വർക്കാണ്. കോൾറിഡ്ജ് ശരിക്കും പറഞ്ഞാൽ റൊമാൻറ്റിസിസത്തിന്റെ പ്രിൻസിപ്പിൾസിനെ ഡിഫെൻഡ് ചെയ്യുകയാണ് ഇതിനകത്ത്. അതായത് ഇമാജിനേഷൻ, അതുപോലെ തന്നെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ദി ആർട്ടിസ്റ്റ്, ഇതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം എഴുതുന്നത്. അതുപോലെ മെക്കാനിക്കൽ ആയിട്ടുള്ള റൈറ്റിംഗ് അപ്രോച്ചിനെതിരെയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഫാൻസിയെക്കുറിച്ച് കുറച്ചും കൂടി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, ഫാൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇൻഫീരിയർ ഫാക്കൽറ്റിയാണ് കമ്പയർഡ് ടു ഇമാജിനേഷൻ. ഇമാജിനേഷനാണ് ഇദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫാൻസി എന്ന് വെച്ചാൽ കമ്പൈൻ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുവാണ് ഐഡിയാസും ഇമേജസും എല്ലാം. അത് ഓൾറെഡി നോൺ ആയിട്ടുള്ള ഐഡിയാസിനെയും ഇമേജസിനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മെമ്മറി. ഓക്കെ, പിന്നെ ഫാൻസിക്ക് പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാനില്ല. അത് ബാക്കിയുള്ള കാര്യങ്ങളെ റീഅസംബിൾ ചെയ്ത് ഓൾറെഡി മൈൻഡിലുള്ള കാര്യങ്ങളെ റീഅസംബിൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ക്രിയേറ്റീവ് പവർ ഇല്ലെന്നാണ് പറയുന്നത്. അത് വളരെ ട്രിവിയലാണ് അല്ലെങ്കിൽ സില്ലിയാണ്. ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ ഹയർ അല്ലെങ്കിൽ മോർ പവർഫുൾ ഫാക്കൽറ്റിയാണ്. അതിനൊരു ക്രിയേറ്റീവ് ഫോഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനൊരു യൂണിഫൈഡ് അല്ലെങ്കിൽ ഒറിജിനൽ ഹോളാക്കി മാറ്റാൻ, ഒരു സംഭവത്തിനെ ഒരു എന്താ പറയുക യുണൈറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു കഴിവ് ഇമാജിനേഷനുണ്ട്. ഇമാജിനേഷൻ ഹാസ് എ എബിലിറ്റി ടു ട്രാൻസ്ഫോം റിയാലിറ്റി ആൻഡ് ഗേവ് ബർത്ത് ടു ന്യൂ ഐഡിയാസ് അല്ലെങ്കിൽ ന്യൂ പെർസ്പെക്റ്റീവ്സ്. അതാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ എല്ലാ ഗ്രേറ്റ് ആർട്ടിൻ്റെയും പോയട്രിയുടെയും സോഴ്സ് എന്ന് പറയുന്നത് ഇമാജിനേഷനാണ്. ടൈപ്സ് ഓഫ് ഇമാജിനേഷൻ ഞാൻ പറഞ്ഞു, പ്രൈമറി, സെക്കൻഡറി. പ്രൈമറി ഇമാജിനേഷനെ കുറിച്ച് കുറച്ചും കൂടി പോയിന്റ്സ് പറയാമെന്ന് വെച്ചാൽ അതൊരു ഫണ്ടമെന്റൽ യൂണിവേഴ്സൽ ക്രിയേറ്റീവ് പവറാണ്. എല്ലാ ഹ്യൂമൻ ബീങ്സിലും അത് ഇൻഹറന്റ് ആണ്. ആ ഒരു ഫാക്കൽറ്റി നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വേൾഡിനെ പെർസീവ് ചെയ്യാനും വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളെ നമ്മുടെ സെൻസറി എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്യാനും അതുവഴി മൈൻഡിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ പ്രൈമറി ഇമാജിനേഷൻ സ്പോണ്ടേനിയസ് ആണ്, അതൊരു ഇൻവോളണ്ടറി പ്രോസസ് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡെലിബറേറ്റ് ആൻഡ് കോൺഷ്യസ് ഫോം ഓഫ് ക്രിയേറ്റിവിറ്റിയാണ്. അത് ആർട്ടിസ്റ്റുകളും പോയിറ്റുകളുമാണ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രൈമറി ഇമാജിനേഷൻ്റെ എക്കോ ആണെന്ന് തന്നെ നമുക്ക് പറയാം, പക്ഷെ കുറച്ചും കൂടി ഹയർ ലെവലിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. പുതിയ മീനിങ്സും പുതിയ എക്സ്പീരിയൻസസും ഒക്കെ ഈസ്തറ്റിക് എക്സ്പീരിയൻസും ഇതിന് കുറച്ചും കൂടി വലിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് സെക്കൻഡറി ഇമാജിനേഷനാണ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ റെസ്പോൺസിബിൾ ആക്കി അല്ലെങ്കിൽ പോസിബിൾ ആക്കി മാറ്റുന്നതെന്നാണ് പറയുന്നത്. സെക്കൻഡറി ഇമാജിനേഷൻ വളരെ റെയർ ആണ്, അതൊരു കൾട്ടിവേറ്റഡ് എബിലിറ്റി ആണെന്നാണ് പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. അതും ബയോഗ്രഫി ലിറ്ററിയക്കകത്ത് പറഞ്ഞു പോകുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് വെച്ചാൽ റീഡേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് ടെമ്പററി ആയിട്ട്
ഒരു ഫിക്ഷണൽ കാര്യം അക്സെപ്റ്റ് ചെയ്യുവാണ്. അത് റിയൽ ആണെന്നും പറഞ്ഞ് ഫോർ ദ സേക്ക് ഓഫ് എൻജോയ്മെൻറ്റിന് വേണ്ടി അത് റിയൽ ആണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്നു കുറച്ച് നേരത്തേക്ക്. അതായത് നമ്മുടെ ഡൗട്ടുകളും നമ്മുടെ ആ ഒരു ലോജിക്കലായിട്ടുള്ള ഡൗട്ടുകളും, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൊറർ സിനിമ കാണുവാണ്, നമുക്കറിയാം അങ്ങനത്തുള്ള എലിമെൻറ്റ്സ് ഒന്നും അതായത് വലുതായിട്ടൊന്നും, അല്ലെങ്കിൽ കുറച്ച് ഇപ്പം നിങ്ങൾ സിൻഡ്രല്ല മൂവി കാണുവാണെന്ന് വിചാരിച്ചു, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കുറച്ച് ഫാൻറ്റസി എലിമെൻറ്റ്സ് എല്ലാം ഉണ്ട് അല്ലേ, മാജിക്കൽ എലിമെൻറ്റ്സ് ഫാൻറ്റസി എല്ലാം കൂടെ മിക്സ് ആണ് സിൻഡ്രല്ല എന്നുള്ള മൂവി. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലെന്ന്. പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യും, വളരെ എൻജോയ് ചെയ്ത് ആ മൂവി കാണും. കാരണം എന്തുകൊണ്ടാണ്, നമ്മുടെ മൈൻഡിലൊരു ഡിസ്ബിലീഫ് കിടക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ആ മൂവി എൻജോയ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ വി ആർ കീപ്പിംഗ് ഇറ്റ് അവേ. അതായത് ഈ ഒരു ഡിസ്ബിലീവ്സ് എന്ന് പറയുന്ന എല്ലാം നമ്മൾ കീപ്പിംഗ് ഇറ്റ് എസൈഡ്. അതായത് പതുക്കെ നമ്മളതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ആ മൂവി എൻജോയ് ചെയ്യാനെന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ട് നമ്മുടെ മനസ്സിലെ ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സും ഡൗട്ടും ഡിസ്ബിലീവ്സും എല്ലാം മാറ്റി വെക്കും നമ്മൾ. എന്തിനു വേണ്ടി, ആ ഒരു മൂവി കണ്ട് എൻജോയ് ചെയ്ത് എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ. സോ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ നമ്മുടെ ഡിസ്ബിലീഫിനെ സസ്പെൻഡ് ചെയ്ത് വെക്കുവാണ് വില്ലിംഗ്ലി. അതാണ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത്, പോയട്രി എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ ഓതർ ഒരു കൈൻഡ് ഓഫ് ട്രൂത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്ത് വെക്കണം ആ ഒരു ടെക്സ്റ്റിനകത്തുള്ള ഇമാജിനേറ്റീവ് വേൾഡുമായിട്ട്. അപ്പോൾ വർക്ക് അത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ റീഡർ എന്ത് ചെയ്യും, വില്ലിംഗ്ലി റീഡറിൻ്റെ ഡിസ്ബിലീഫ് സസ്പെൻഡ് ചെയ്ത് വെക്കും ആ ഒരു സ്റ്റോറിക്കകത്തോ പോയത്തിനകത്തോ എൻഗേജ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റർടൈൻഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി. ഈ ഒരു കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ. ബിക്കോസ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിന് അത് സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എലിമെൻറ്റ്സ് ഒക്കെ ഒരുപാട് കയറി വരുന്നുണ്ട്. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഐഡിയ ഓഫ് ഫില്ലിംഗ് സസ്പെൻഷൻ ഡിസ്ബിലീഫ് എന്ന് വെച്ചാൽ അത് ഒരു ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസത്തിൽ ഒരു ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്റ്റീവ് റോൾ ഓഫ് ദ റീഡറിനാണ് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം കോൾറിഡ്ജും എന്താ പറയുക, ഇംപ്രഷനിസം എന്നുള്ളൊരു സംഭവത്തിന്, ഇംപ്രഷനിസ്റ്റിക് ക്രിറ്റിസിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ വേണം നമ്മൾ എന്താ പറയുക നോക്കി വെക്കാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.